ഹേ ഓൾ, വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ നാട്ടിലെത്തേണ്ട ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണ് ഇത്. നമ്മളൊന്ന് ഒരു ദിവസം കോഴിക്കോട് പോയിണ്ടായിരുന്നു. അന്ന് എടുത്തു വെച്ച വ്ളോഗാണ്. ബട്ട് അതൊരു അപ്ലോഡ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ റീസൺസ് ഒന്നുമില്ല. നാട്ടിലെത്തിയിട്ട് കുറച്ചധികം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സാവധാനം അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇന്ന് നമുക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. എനിക്കൊരു എക്സാമിൻ്റെ കാര്യം അന്വേഷിക്കാനും പിന്നെ ജസ്റ്റ് ഒന്ന് കോഴിക്കോടൊക്കെ പോയി വരാം എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് കോഴിക്കോട് പോകുമ്പോൾ എന്തായാലും ബീച്ചിലും SM സ്ട്രീറ്റിലും പോകണം എന്നുള്ള കാര്യം ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1 to 1.5 hour നമ്മളെ പ്ലേസിൽ നിന്ന് കോഴിക്കോടുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ അവിടെ ഒരു 5 o'clock ഉള്ളിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തി. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളുടെ എൻക്വയറി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് നേരെ പോയത് ബീച്ച് സൈഡിലാണ്. ഏകദേശം ഒരു സൺസെറ്റ് ആ ടൈമായിട്ടുണ്ടായിരുന്നു ബീച്ചിലെത്തിയപ്പോൾ. ബീച്ചിൽ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള മാത്രമാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല ഉപ്പിലിട്ടതും പിന്നെ കല്ലുമ്മക്കായൊക്കെ കഴിച്ചിട്ട് കുറച്ചായി. പിന്നെ ബീച്ച് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം ആളുകളുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. സോ നമുക്കങ്ങനെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു ബീച്ച് വൈബ് പിടിക്കാനുള്ള അങ്ങനെയൊന്നും പറ്റിയൊരു ടൈമല്ല നമ്മൾ പോയത്. പിന്നെ പ്രത്യേകിച്ച് ഈവനിങ് ടൈം ആയപ്പോൾ കുറേ ഫാമിലീസും ഫ്രണ്ട്സും കുറേ ആൾക്കാർ, ഫാമിലി ഫ്രണ്ട്സ് എന്ന് മാത്രമല്ല ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അതിപ്പോൾ മേ ബി നമ്മളെ പോലെ പുറത്തുനിന്ന് വന്നവരാവാം, വേറെ സ്ഥലങ്ങളിൽ വന്നവർ, കുറേ നല്ല തിരക്കുള്ള ടൈമായിരുന്നു. അങ്ങനെ നല്ലൊരു സൺസെറ്റ് എല്ലാം കണ്ടുകൊണ്ട് നമ്മളവിടുന്ന് ചായ എല്ലാം കുടിച്ചു. ചായ കുടിക്കുന്നതിൽ മെയിനായിട്ട് കുറച്ച് മുന്നേ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു കൂന്തലിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ട്രൈ ആക്കി. പിന്നെ മെയിനായിട്ട് പോയത് തന്നെ കല്ലുമ്മക്കായ കഴിക്കാനാണ്. അതെല്ലാം കഴിച്ച് അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ഉപ്പിലിട്ട ഐറ്റംസ് കഴിക്കാനാണ്. അവിടെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട് ഉപ്പിലിട്ടത്. ബട്ട് എനിക്ക് ഉപ്പിലിട്ടത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് പൈനാപ്പിൾ. അപ്പോൾ ഞാൻ പൈനാപ്പിൾ തന്നെയാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ അവരൊരു റെഡ് കളറിലുള്ളൊരു ചട്നിയാണോ എന്താണെന്നറിയില്ല, ബട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ചൊരണ്ടി ഐസാണ്. നമ്മളെ നാട്ടിൽ ഇതിന് ചൊരണ്ടി ഐസ് എന്നാണ് പറയുക. പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ഐസൊരതി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് SM സ്ട്രീറ്റിലാണ്. അപ്പോഴേക്കും ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ SM സ്ട്രീറ്റിൽ എത്തുമ്പോഴേക്കും നേരം രാത്രിയായി. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി എന്തേലുമൊക്കെ വാങ്ങണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ SM സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് കമ്മലുകളും ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറി. ബട്ട് എനിക്കങ്ങനെ കമ്മലുകൾ കാര്യങ്ങൾ വാങ്ങാനും ഫങ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് ഡ്രസ്സുകളൊന്നും എനിക്ക് അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.